السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى من تبعهم بإحسان إلى يوم الدين أما بعد. اللهم ربي يسر ولا تعسر. رب زدنا علما وحلما وفهما وعقلا وأدبا وحفظا وإيمانا كاملا. ورب تمن بالخير والسعادة. رب اشرح لي صدري ويسر لي أمري വഹലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ഏറെ പ്രിയം നിറഞ്ഞ നെറ്റ് പഠിതാക്കളെ, നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് യൂണിറ്റ് 6 ആണ്. അഹമ്മൽ മസാജിദ് അൽ മറാജി എന്നുള്ള യൂണിറ്റ് 6ലെ ഭാഗമാണ് ചർച്ച ചെയ്യുന്നത്. ഇൻഷാ അല്ലാഹ് നമ്മളെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ബാക്കിയുള്ള കാര്യങ്ങൾ വഴിയെ സ്ഥിരീകരിക്കാം. ഒന്നാമത്തെ ചോദ്യം, കിതാബ് ഫിഹ്റസത്ത് ലിബ്ൻ നദി യഹ്തവി അലാ അഖ്ബാർ അൽ ഉലൂമി വൽ ഉലമാഇ ഫി ദേശ്. ഇബ്നു നജീബിന്റെ ഫിഹ്റസത്ത് എന്ന ഗ്രന്ഥം ഏത് കാലഘട്ടങ്ങളിലെ പണ്ഡിതന്മാരെയും അവരുടെ ചരിത്രവുമാണ് ഉൾക്കൊള്ളുന്നത് എന്നാണ് ചോദ്യം. അൽ അസ്റുൽ ജാഹിലി വൽ ഇസ്ലാമി, അൽ അഹ്ദുൽ ജാഹിലി, അൽ ഖുറൂൻ സലാസത്തുൽ ഊല ലിൽ ഇസ്ലാം, അൽ ഖുറൂൻ സലാസത്തുൽ ഊല ലിൽ ഇസ്ലാം, അൽ അസ്റുൽ ഉസ്മാനി. ഇതിലേത് കാലഘട്ടത്തിലെയാണ് ഫിഹ്റസത്ത്, ഇബ്നു നജീബിന്റെ ഫിഹ്റസത്ത് എന്നുള്ള ഗ്രന്ഥം ഉൾക്കൊള്ളുന്നത് എന്നാണ് ചോദ്യം. വോയിസ് ഓക്കെ ആണെന്നാണ് കരുതുന്നത്. എന്തെങ്കിലും പ്രശ്നങ്ങൾ സൂചിപ്പിക്കണം കേട്ടോ. ആൻസർ വരട്ടെ. എല്ലാവരും ആൻസർ പറയണേ. ഇബ്നു നദീമിന്റെ വിഖ്യാതമായ രചന ഫിഹ്റസത്ത്, ആ ഗ്രന്ഥം ഏത് കാലഘട്ടങ്ങളിലെ ചരിത്രത്തെയും പണ്ഡിതന്മാരെയുമാണ് ആവിഷ്കരിച്ചിട്ടുള്ളത് എന്നാണ് ചോദ്യം. ഓപ്ഷൻസ് തന്നിരിക്കുന്നത് അസ്റുൽ ജാഹിലി വൽ ഇസ്ലാമി, അൽ അഹദുൽ ജാഹിലി, അൽ ഖുറൂൻ സലാസത്തുൽ ഊല ലിൽ ഇസ്ലാം, അൽ ഖുറൂൻ സലാസത്തുൽ ഊല ലിൽ ഇസ്ലാം, അൽ അസ്റുൽ ഉസ്മാനി. ഇനി കുറെ ആളുകളുണ്ടല്ലോ. ആൻസർ ഓപ്ഷൻ ബി ആണ്. ആൻസർ ഓപ്ഷൻ ബി. ജാഹിലിയ കാലഘട്ടം മുതൽ ഇസ്ലാമിന്റെ 3 കാലഘട്ടം, അതായത് ഉസ്മാനി, ഇസ്ലാമിക് കാലഘട്ടം, ഉമവി കാലഘട്ടം, അതുപോലെ അബ്ബാസിയ കാലഘട്ടം, ഇങ്ങനെ 3 കാലഘട്ടങ്ങളെയും ഉൾക്കൊള്ളുന്നതാണ് ഇബ്നു നജീബിന്റെ ഫിഹ്റസത്ത് എന്നുള്ള രചന കേട്ടോ. 3 കാലഘട്ടങ്ങളെയും ഉൾക്കൊള്ളുന്നതാണ് എന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, നെക്സ്റ്റ് ചോദ്യം, അയ്യന സൗദുൽ ഖത്തർ, തെറ്റായ ജോഡി സെലക്ട് ചെയ്യാനാണ് പറയുന്നത്. المبدد أبو العباس محمد بن يزيد بن عبد الأكبر حاجي خليفة مصطفى بن عبد الله بن خليكان شمس الدين أبو العباس أحمد بن محمد بن إبراهيم بن أبي بكر البلاذري جلال الدين عبد الرحمن أبي بكر. ഇതിൽ നിന്നും തെറ്റായത് സെലക്ട് ചെയ്യാനാണ് പറയുന്നത്. തെറ്റായ ജോഡിയാണ് സെലക്ട് ചെയ്യേണ്ടത്. 6 യൂണിറ്റിനെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഓരോരുത്തരുടെയും പൂർണ്ണനാമം അതേപോലെ പഠിച്ചു വെക്കുക എന്നുള്ളത്. ക്വസ്റ്റ്യൻ പല രൂപത്തിൽ ഉണ്ടാവാറുണ്ട്, ചോദിക്കാറുണ്ട്. അത് നോട്ട് ചെയ്യാം. ഓരോരുത്തരുടെയും പേര് കൃത്യമായി പഠിച്ചു വെക്കുക. ഓക്കെ, അൽ മുബദ്ദിദ് അബുൽ അബ്ബാസ് മുഹമ്മദ് ബിൻ യസീദ് ബിൻ അബ്ദുൽ അക്ബർ ഹാജി ഖലീഫ മുസ്തഫ ബിൻ അബ്ദില്ല ബിൻ ഖല്ലിക്കാൻ ഷംസുദ്ദീൻ അബുൽ അബ്ബാസ് അഹ്മദ് ബിൻ മുഹമ്മദ് ബിൻ ഇബ്രാഹിം ബിൻ അബി ബക്കർ ബലാദുരി ജലാലുദ്ദീൻ അബ്ദുറഹ്മാൻ ബിൻ അബി ബക്കർ. ഓപ്ഷൻ ഡി ആണ് തെറ്റായ ആൻസർ അല്ലെ. ബലാദുരിയുടെ പേരെന്താണ്? അഹ്മദ് ബിൻ യഹ്യ. അഹ്മദ് ബിൻ യഹ്യ ബിൻ ജാബിർ ദാബൂദ് അൽ ബലാദുരി എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അപ്പോൾ അടുത്തൊരു ചോദ്യം ഉണ്ടല്ലോ, ജലാലുദ്ദീൻ അബ്ദുറഹ്മാൻ അബി ബക്കർ ആരുടെ പേരാണ്? സുയൂത്തിന്റെ ഇമാം സുയൂത്തി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ പേരാണ് ജലാലുദ്ദീൻ അബ്ദുറഹ്മാൻ ബിൻ അബ്ദുറഹ്മാൻ അബി ബക്കർ എന്ന് പറയുന്ന പേര്. ഓക്കെ, പേരുകൾ മുബദ്ദിദ് അബുൽ അബ്ബാസ് മുഹമ്മദ് ബിൻ യസീദ് അബ്ദുൽ അക്ബർ ഹാജി ഖലീഫ മുസ്തഫ ബിൻ അബ്ദില്ല, ഇതൊക്കെ നോട്ട് ചെയ്യാം. നെക്സ്റ്റ് ചോദ്യം, അൽ മുസ്ഹിർ ലിസ്യൂത്തി യുആലിജു മൗളൂഅ. സുയൂത്തി ഇമാമിന്റെ രചനയാണ് അൽ മുസ്ഹിർ എന്ന് പറയുന്നത്. അതിന്റെ പ്രമേയം മൗളൂ എന്ത് എന്നാണ് ചോദ്യം. അശ്ശഅറുൽ അറബി, അന്നസറുൽ അറബി,
ഉലൂമുൽ ലുഗത്തി വ അൻവാഇഹ അൽ ഫൽസഫ. ഇതിലേത് വിഷയമാണ് സുയൂത്തി ഇമാമിന്റെ അൽ മുസ്ഹിർ എന്ന ഗ്രന്ഥം കൈകാര്യം ചെയ്യുന്നത് എന്നാണ് ചോദ്യം. ഷിഅറുൽ അറബി, അൻ-നസ്റുൽ അറബി, ഉലൂമുൽ ലുഗത്തി വ അൻവാഇഹ അൽ ഫൽസഫ. ഇതിലേത് വിഷയമാണ് സുയൂത്തി ഇമാമിന്റെ മുസ്ഹിർ കൈകാര്യം ചെയ്യുന്നത് എന്നുള്ളതാണ്. ഓപ്ഷൻ സി ആണ്. ഇൽമുൽ ലുഗയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അതിൽ എന്താണെന്ന് ചർച്ച ചെയ്യുന്നത് എന്നുള്ളതാണ്. ഓക്കെ, ഉലൂമുൽ ലുഗത്തി വ അൻവാഇഹ, ഇൽമുൽ ലുഗയുമായി ബന്ധപ്പെട്ട കാര്യമാണ് സുയൂത്തി ഇമാമിന്റെ മുസ്ഹിർ എന്ന ഗ്രന്ഥം ചർച്ച ചെയ്യുന്നത്. ഓരോ പുസ്തകത്തിന്റെ മൗളു എന്താണെന്ന് കൃത്യമായി മനസ്സിലാക്കി വെക്കണം. ഓക്കെ, ചെറിയ ചെറിയ ചില കാര്യങ്ങൾ മാത്രമേ ഈ യൂണിറ്റിൽ നമുക്ക് ശ്രദ്ധിക്കാനുള്ളൂ. എന്നാൽ തന്നെ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു യൂണിറ്റ് ആണ്. ഓക്കെ, മുഴുവൻ പേര്, പുസ്തകത്തിന്റെ മൗളു, അതാണ് എഴുതിയത് എന്നുള്ള കൃത്യമായ ഒരു ധാരണ നമുക്ക് ഉണ്ടാവണം. എന്നാൽ തന്നെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കുകയും മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഓക്കെ, സ്ക്രീൻ മാറിയിട്ടില്ലെന്ന് തോന്നുന്നു. നമ്മൾ ചെക്ക് ചെയ്യട്ടെ. ഓക്കെ അല്ലേ? كتاب يحتوي على محاضرات أملا بها المؤلف في اللغة والأدب والأخبار والأدب في الأيام الخمسة في القرطبة وفي الجامع بالزهراء. كتاب ഈ ഗ്രന്ഥം യഹ്തവി അത് ഉൾക്കൊള്ളുന്നു അല മുഹാദറാത്ത് ലെക്ചറുകളുടെ ഒരു സമാഹാരമാണ് പുസ്തകം. അംലാ ബിഹ അൽ മുഅല്ലിഫ് ഫിൽ ലുഗത്തി വൽ അദബി വൽ അഖ്ബാരി എന്നാൽ ചരിത്രം, സാഹിത്യം, ഭാഷ എന്നീ വിഷയങ്ങളിൽ അദ്ദേഹം നടത്തിയ ലെക്ചറുകൾ അദ്ദേഹം കോർത്തി ചേർത്ത് വെച്ചുണ്ടാക്കിയതാണ് ഈ പുസ്തകം. എവിടെയാണ് ആ ലെക്ചറുകൾ നടത്തിയിരുന്നത്? സ്പെയിനിലെ ഖുർത്തുബയിൽ, അവിടുത്തെ ജാമിഉ സഹ്റായിൽ വ്യാഴാഴ്ച ദിവസങ്ങളിൽ നടത്തിയിരുന്ന ലെക്ചറുകൾ ചേർത്ത് വെച്ചിട്ടാണ് അദ്ദേഹം ഈ പുസ്തകം തയ്യാറാക്കിയിരുന്നത് എന്നാണ് പറയുന്നത്. അത് ഏതാണ് പുസ്തകം എന്നാണ് ചോദ്യം. ഓപ്ഷൻസ്: അൽ മുസ്ഹിർ, അൽ ഇഖ്ദുൽ ഫരീദ്, അൽ മസ്ഊദി, അൽ അമാലി, ലിൽ ഖാലി. ഏത് പുസ്തകത്തെ കുറിച്ചാണ് ചോദിക്കുന്നത്? ഓപ്ഷൻ ഡി ആണ് അല്ലെ, അൽ അമാലി ലിൽ ഖാലി. നവാദിർ അബി അലി അൽ ഖാലി എന്ന് പറയാറുണ്ട്. നവാദിർ എന്നുള്ള പേരും ഇതിനുണ്ട്. ഈ പുസ്തകത്തിന് മറ്റൊരു സവിശേഷത കൂടിയുണ്ട്. ഈ പുസ്തകത്തിന് മറ്റൊരു സവിശേഷത കൂടി, വളരെ പെട്ടെന്ന് പറയണം. ഇബ്നു ഖൽദൂൻ അദ്ദേഹത്തിന്റെ മുഖദ്ദിമയിൽ അർക്കാനുൽ അദബിൽ അർബഈൻ എണ്ണിയ ഒരു പുസ്തകം കൂടിയാണിത് അല്ലെ. ബലീദ് ഇമാമിന്റെ കാമിൽ, ജാഹിദിന്റെ അൽ ബയാൻ വ തബീൻ, അദബുൽ കാത്തിബ് ഇബ്നു ഖുതൈബ, അൻ-നവാദിർ ലി അബി അലി അൽ ഖാലി. ഈ 4 പുസ്തകങ്ങളാണ് അദബിന്റെ അർക്കാനുൽ അദബിൽ അർബഅ എന്ന പേരിൽ ഇബ്നു ഖൽദൂൻ പരിചയപ്പെടുത്തുന്നത്. നെക്സ്റ്റ് ചോദ്യം: ഹുവ അബ്ദുല്ലാഹ് ليش ويلقب شهاب الدين وهو أشهر جغرافي العرب وأوعاهم وأبقاهم أثرا وأوسعهم فضلا. أصله من بلاد الروم، أسر صغيرا وحمل من بلاده فابتاعه تاجر من بغداد. من هو؟ അദ്ദേഹം അബ്ദുള്ള എന്ന അദ്ദേഹത്തിന്റെ പേര്. അറിയപ്പെടുന്ന ഷിഹാബുദ്ദീൻ എന്നാണ് ലഖബ്. പ്രസിദ്ധനായ ജിയോഗ്രഫിസ്റ്റ് ആണ്. അറബികളിലെ അവർക്കിടയിൽ വലിയ സ്വാധീനമുള്ള വ്യക്തിത്വം കൂടിയായിരുന്നു. റോമാണ് അദ്ദേഹത്തിന്റെ അസ്വല്. ചെറുപ്രായത്തിൽ അദ്ദേഹത്തെ തടവിലാക്കപ്പെടുകയും പിന്നീട് ബഗ്ദാദിൽ നിന്നുള്ള ഒരു കച്ചവടക്കാരൻ അദ്ദേഹത്തെ വാങ്ങുകയും ചെയ്തു എന്നാണ് പറയുന്നത്. ഓപ്ഷൻസ് തന്നിരിക്കുന്നത്: ബലാദുരി, ഇബ്നു ജിന്നി, യഖ്തുൽ ഹമവി, അൽ മസ്ഊദി. ബലാദുരി, ഇബ്നു ജിന്നി, യഖ്തുൽ ഹമവി, മസ്ഊദി. യഖ്തുൽ ഹമവിയാണ് അല്ലെ. യഖ്തുൽ ഹമവിയാണ്. അദ്ദേഹത്തെ എന്താണ് ചെറിയ പ്രായത്തിൽ ഉണ്ടാക്കിയതാണ്, അറസ്റ്റ് ചെയ്യപ്പെട്ടതാണ്. പിന്നീട് ബഗ്ദാദിൽ നിന്ന് അസ്കറുൽ ഹമവി എന്ന കച്ചവടക്കാരൻ അദ്ദേഹത്തെ വാങ്ങുകയും അങ്ങനെ അദ്ദേഹത്തിലേക്ക് നിസ്ബത്ത് ചെയ്തിട്ടാണ് ഹമവി എന്നുള്ള പേര് പോലും അദ്ദേഹത്തിന് ലഭിക്കുന്നത് എന്നുള്ളത് കാണാം. നെക്സ്റ്റ് ചോദ്യം: യതകവ്വനു കിതാബ് അൽ ഇഖ്ദുൽ ഫരീദ്. ഇഖ്ദുൽ ഫരീദ് എത്ര അധ്യായങ്ങളിലായിട്ടാണ് രൂപം കൊള്ളുന്നത് എന്നാണ് ചോദ്യം. 15 ബാബൻ, 25 ബാബൻ, 35 ബാബൻ, 45 ബാബൻ. എത്ര അധ്യായങ്ങളിലായിട്ടാണ്
ഇഖ്ദുൽ ഫരീദ് ഇബ്നു അബ്ദു റബ്ബയുടെ ഇഖ്ദുൽ ഫരീദ് എന്ന ഗ്രന്ഥം രൂപപ്പെടുന്നത് എന്ന് വെച്ചു. 15 ബാബൻ 25 ബാബൻ 35 ബാബൻ 45 ബാബൻ. യെസ്, ഓപ്ഷൻ ബി ആണല്ലോ. 25 അധ്യായങ്ങളായിട്ടാണ്, 3 വാള്യങ്ങളും 25 അധ്യായങ്ങളുമാണ് ഇബ്നു അബ്ദു റബ്ബയുടെ ഇഖ്ദുൽ ഫരീദ് എന്ന ഗ്രന്ഥം. ഓക്കെ, 25 അധ്യായങ്ങൾക്കും ഓരോ രത്നങ്ങളുടെയും മരതകങ്ങളുടെയൊക്കെ പേരുകളാണ് എന്താക്കിയിട്ടുള്ളത്, അദ്ദേഹം നൽകിയിട്ടുള്ളത് എന്ന് കൂടി കാണാം. ഇതാണ് ഇഖ്ദുൽ ഫരീദ് ലി ഇബ്നു അബ്ദു റബ്ബ. നെക്സ്റ്റ്, മുഅർരിഖുൻ അറബിയ്യുൻ ഷഹീറുൻ أسس منهجا جديدا في كتابة التاريخ وتأثر به أعلم مؤرخي العصور الوسطى والحديث في أوروبا. هو حجي خليفة ابن خلدون جلال الدين السيوطي أحمد البلاذري. വിഖ്യാതനായ അറബ് ചരിത്രകാരനാണ്. ചരിത്ര രചന ശൈലിക്ക് പുതിയൊരു രീതിശാസ്ത്രത്തിന് അസ്ഥിവാരമിട്ടത് അദ്ദേഹമാണ്. അദ്ദേഹത്തിൽ നിന്ന് ആധുനിക കാലഘട്ടത്തിലെയും മധ്യകാലഘട്ടത്തിലെയും ചരിത്രകാരന്മാരാണ് ഉണ്ടായിട്ടുണ്ട്. വലിയ അളവിൽ ഇവരൊക്കെ അദ്ദേഹം സ്വാധീനിച്ചിട്ടുമുണ്ട് യൂറോപ്പിലെല്ലാം. ആരാണ് ആ വ്യക്തിത്വം എന്നാണ് ചോദ്യം. ഓപ്ഷൻസ് തന്നിരിക്കുന്നത് ഹാജി ഖലീഫ, ഇബ്നു ഖൽദൂൻ, ജലാലുദ്ദീൻ അസ്സുയൂത്തി, അഹ്മദ് അൽ ബലാദിരി. എല്ലാവരും ആൻസർ പറയണം കേട്ടോ, കിട്ടിയാലും പ്രശ്നമൊന്നുമില്ല. ഇബ്നു ഖൽദൂനെ കുറിച്ചാണ് അല്ലെ, ഇബ്നു ഖൽദൂനെ കുറിച്ചാണ് ഈ പരാമർശം. ഇബ്നു ഖൽദൂനാണ് ചരിത്ര രചനാരീതി എന്താണത് പുതിയൊരു മാതൃക അവലംബിച്ച് രൂപപ്പെടുത്തി കൊടുക്കുന്നത് എന്ന് നമുക്കറിയാം. ഇബ്നു ഖൽദൂൻ. ഇബ്നു ഖൽദൂന്റെ പേര് പഠിച്ചു വെക്കണം. നെക്സ്റ്റ് ചോദ്യം, ഇലാ അയ്യി ലുഗ തർജമ ഗുസ്താവ് ഫ്ലോജൽ കിതാബ് കശ്ഫുൽ ദുനൂൻ ലി ഹാജി ഖലീഫ. ഹാജി ഖലീഫയുടെ കശ്ഫുൽ ദുനൂൻ എന്ന ഉസാമഇൽ കുതുബി വൽ ഫുനൂൻ എന്നുള്ള വിഖ്യാതമായ ഗ്രന്ഥം ഗുസ്താവ് ഫ്ലോജൽ ഏത് ഭാഷയിലേക്കാണ് ട്രാൻസ്ലേഷൻ ചെയ്തത് എന്നാണ് ചോദ്യം. ഇംഗ്ലീസിയ, ഇറ്റാലിയ, ലാറ്റിനിയ, ഫ്രൻസിയ. ഇംഗ്ലീഷ്, ഇറ്റാലിയൻ, ലാറ്റിൻ, ഫ്രഞ്ച്. ഇതിലേത് ഭാഷയിലേക്കാണ് ഗുസ്താവ് ഫ്ലോജൽ ഹാജി ഖലീഫയുടെ കശ്ഫുൽ ദുനൂൻ എന്നുള്ള ഗ്രന്ഥം ട്രാൻസ്ലേഷൻ ചെയ്തിട്ടുള്ളത് എന്നാണ് ചോദ്യം. സി, ഡി നിങ്ങളുടെ ഉത്തരങ്ങൾ വരുന്നുണ്ട്. ഓപ്ഷൻ സി ആണ് കേട്ടോ. ലാറ്റിൻ ഭാഷയിലേക്കാണ് ഗുസ്താവ് ഫ്ലോജൽ എന്തായിട്ടുള്ളത് കശ്ഫുൽ ദുനൂനെ ട്രാൻസ്ലേഷൻ ചെയ്തിട്ടുള്ളത്. ലാറ്റിൻ ഭാഷയിലേക്കാണ് ഗുസ്താവ് ഫ്ലോജലാണ് എന്തായിട്ടുള്ളത് കശ്ഫുൽ ദുനൂൻ ഹാജി ഖലീഫയുടെ കശ്ഫുൽ ദുനൂനെ ട്രാൻസ്ലേഷൻ ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ് ചോദ്യം, كتاب يلقي الضوء على الحياة الاجتماعية والثقافية الحركات العلمية والفرق الدينية في العصر العباسي الأول. അഹ്മദ് അമീന്റെ ഗ്രന്ഥത്തെ കുറിച്ചാണ് ചോദ്യം. ആ ഗ്രന്ഥം അബ്ബാസിയ 1-ാം നൂറ്റാണ്ടിന്റെ മത, സാമൂഹിക, വൈജ്ഞാനിക മൂവ്മെന്റുകളെ കുറിച്ചും ഒക്കെയാണ് വെളിച്ചം നൽകുന്നത്. ഇതിലേക്കുള്ള സൂചനമാണ് ആ പുസ്തകം എന്നാണ് പറയുന്നത്. ഏതാണ് ആ പുസ്തകം എന്നാണ് ചോദ്യം. ഫജ്റുൽ ഇസ്ലാം, ളുഹൽ ഇസ്ലാം, ളുഹുറുൽ ഇസ്ലാം, യൗമുൽ ഇസ്ലാം. ശ്രദ്ധിച്ച് ആൻസർ ചെയ്യണം. ഫജ്റുൽ ഇസ്ലാം, ളുഹൽ ഇസ്ലാം, ളുഹുറുൽ ഇസ്ലാം, യൗമുൽ ഇസ്ലാം. ഇതിലേത് പുസ്തകമാണ് അബ്ബാസിയ 1-ാം നൂറ്റാണ്ടിനെ അടയാളപ്പെടുത്തുന്ന പുസ്തകം എന്നാണ് ചോദ്യം. എ, ബി, സി എന്നുള്ള ഉത്തരങ്ങളൊക്കെ വരുന്നുണ്ട്. ഓപ്ഷൻ ബി ആണ് ഉത്തരം. ഓപ്ഷൻ ബി ആണ് ഉത്തരം. വളരെ ഈസിയാണ്. നിങ്ങൾ ആ പുസ്തകത്തിന്റെ പേരിന്റെ ഒരു ഘടന മനസ്സിലാക്കിയാൽ മതി. ഒന്നാമത്തേത് ഫജ്റുൽ ഇസ്ലാമാണ്, രണ്ടാമത്തേത് ളുഹൽ ഇസ്ലാമാണ്, മൂന്നാമത്തേത് ളുഹുറുൽ ഇസ്ലാമാണ്. ഫജ്റുൽ ഇസ്ലാമിൽ ജാഹിലിയ കാലഘട്ടം മുതൽ ഹിജറ 132 ഉമവി ഭരണത്തിന് തിരശ്ശീല വീഴുന്ന ഹിജറ 132 വരെയുള്ള ചരിത്രമാണ് ഫജ്റുൽ ഇസ്ലാം എന്ന പുസ്തകത്തിൽ അഹ്മദ് അമീൻ അവതരിപ്പിക്കുന്നത്. ശേഷം ളുഹൽ ഇസ്ലാമാണ്. അത് ഹിജറ 132 മുതൽ 232 വരെയുള്ള തൗഹീദിന്റെ കാലഘട്ടം വരെയുള്ള പിന്നെ അബ്ബാസിയ 1-ാം നൂറ്റാണ്ടിന്റെ ചരിത്രമാണ് അതിൽ അനാവരണം ചെയ്യുന്നത്. പിന്നീട് അങ്ങോട്ട് 3-ാം നൂറ്റാണ്ട് മുതൽ, അബ്ബാസിയുടെ 3-ാം നൂറ്റാണ്ട് മുതൽ പിന്നീട് 4-ാം നൂറ്റാണ്ടിന്റെ അവസാനം വരേക്കുമുള്ള ചരിത്രമാണ് ളുഹുറുൽ ഇസ്ലാമിൽ പറയുന്നത്. അതോടൊപ്പം ളുഹുറുൽ ഇസ്ലാമിൽ എന്ത് പറയുന്നുണ്ട്?
മുസ്ലിങ്ങൾ സ്പെയിൻ കീഴടക്കിയത് മുതൽ മുസ്ലിങ്ങളെ അവിടുന്ന് പോർച്ചുഗീസുകാരുടെ നേതൃത്വത്തിൽ അട്ടിപ്പായിക്കുന്നത് വരെയുള്ള 8 നൂറ്റാണ്ടിന്റെ ചരിത്രം കൂടി ലുഹുറുൽ ഇസ്ലാമിൽ എന്താവുന്നുണ്ട്, അദ്ദേഹം അനാവരണം ചെയ്യുന്നുണ്ട് എന്ന് കൂടി മനസ്സിലാക്കുക. അപ്പൊ ഈ പുസ്തകത്തിന്റെ ഘടന തന്നെ മനസ്സിലാക്കി ആൻസർ ചെയ്യാൻ പറ്റും. ഫജർ, ലുഹ, ലുഹുർ. ഫജർ എന്ന് പറയുമ്പോൾ ജാഹിലിയ മുതൽ ഉമ്മ ലുഹ എന്ന് പറയുന്നത് അബ്ബാസി 1-ാം നൂറ്റാണ്ട്, ലുഹുറുൽ ഇസ്ലാം 2-ാം നൂറ്റാണ്ട് മുതൽ, അബ്ബാസി 2-ാം നൂറ്റാണ്ട് മുതൽ 4-ാം നൂറ്റാണ്ടിന്റെ അവസാനം വരെയുള്ള ചരിത്രമാണ് ഇവിടെ പറയുന്നത്, ലുഹുറുൽ ഇസ്ലാമിൽ പറയുന്നത്. ഓക്കെ, ആ ഇത് എന്ന ഘടന മനസ്സിലാക്കി വെക്കുക. യോമുൽ ഇസ്ലാമും അദ്ദേഹത്തിന്റെ പുസ്തകം തന്നെയാണ് എന്നുകൂടി ഓർത്തു വെക്കുക. നെക്സ്റ്റ് ചോദ്യം, أشر إلى كتاب صرح الكاتب في مقدمته هذا مختصر في التاريخ دعاني إلى جمعه أني كنت مولعا بالاطلاع على أخبار المتقدمين من أولي النباهة وتواريخ وفياتهم ومواليدهم. ഇതൊരു പുസ്തകത്തിന്റെ ആമുഖത്തിൽ ആ രചയിതാവ് സൂചിപ്പിക്കുന്ന ഒരു വിഷയം, ഇത് ചരിത്രത്തിന്റെ ഒരു സംക്ഷിപ്തമാണ്. ഹാദാ മുഖ്തസറുൻ ഫി താരിഖ് ദഅാനി ഇലാ ജംഇഹി, എന്നെ ഈ പുസ്തകം രചിക്കുന്നതിലേക്ക് പ്രേരിപ്പിച്ച ഘടകമെന്ന് പറയുന്നത് അന്നി കുന്തു മൂലം ബിൽ ഇത്ലാഇൽ അഖ്ബാർ മുതഖദ്ദിമീൻ മിൻ ഉലിൻ നബാഹത്ത്, പ്രഗത്ഭവാദികളായ മുൻഗാമികളുടെ ചരിത്രത്തെ ഞാൻ എന്താകുമായിരുന്നു, ചരിത്രത്തിൽ വായിക്കുകയായിരുന്നു. പക്ഷെ അവരുടെ ജനന മരണങ്ങളെ സംബന്ധിച്ചുള്ള അവ്യക്തതകളും കുറെ അഭിപ്രായ വ്യത്യാസങ്ങളും കണ്ടപ്പോൾ അതിലൊരു കൃത്യതയും വ്യക്തതയും വരുത്തണമെന്ന് ഞാൻ എന്തായി ആഗ്രഹിച്ചു. ഇതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരമൊരു പുസ്തക രംഗത്ത് ഞാൻ ഉണ്ടാവുന്നത് തുടക്കം കുറിക്കുന്നത് എന്ന് പറയുന്നുണ്ട് അദ്ദേഹം. ഇത് ഏത് പുസ്തകത്തെക്കുറിച്ച് ഇതിന്റെ മുഖദ്ദിമയിൽ ഇതിന്റെ രചയിതാവ് പറഞ്ഞതാണ് എന്നാണ് ചോദ്യം. ഓപ്ഷൻസ്: വഫയാത്തുൽ അയാൻ വ അംബാഉ അബ്നാഇ സമാൻ, മുഅ്ജമുൽ ഉദബാഇ, അൽ ഫിഹ്റസത്ത്, കശ്ഫുൽ ളുനൂൻ. എല്ലാവരും ആൻസർ പറയണേ. ഏത് പുസ്തകത്തിന്റെ ആമുഖത്തിലാണ് ഇതിന്റെ രചയിതാവ് പ്രകാരം സൂചിപ്പിക്കുന്നത് എന്നാണ് ചോദ്യം. യെസ്, ഓപ്ഷൻ എ ആണല്ലേ, വഫയാത്തുൽ അയാൻ വ അംബാഉ അബ്നാഇ സമാൻ. ഇത് ആരുടെ രചനയാണ്? വഫയാത്തുൽ അയാൻ ആരുടെ രചനയാണ്? ഇബ്നു ഖല്ലിക്കാന്റെ രചനയാണ്. ആ പേര് ഓർത്തു വെക്കുക, വഫയാത്തുൽ അയാൻ വ അംബാഉ അബ്നാഇ സമാൻ എന്നത്. നെക്സ്റ്റ് ചോദ്യം, كتابة في التاريخ والجغرافيا جعل المؤلف في جزئين يتضمن كلاما في الأنبياء والبحار والبلدان وغرائبها وفي تاريخ الأمم السالفة وتاريخ العرب إلى خلافة مطلع العباس. ചരിത്രത്തിലും ജിയോഗ്രഫിയിലും ഒക്കെയുള്ള ഒരു പുസ്തകമാണ്. 2 ഭാഗങ്ങളായിട്ടാണ് രചയിതാവ് അതിനെ പൂർത്തിയാക്കിയിട്ടുള്ളത്. അതിൽ പ്രവാചകന്മാരെ കുറിച്ചും ആകാശഭൂമികളെ കുറിച്ചും ഒക്കെയുള്ള അത്ഭുതകരമായ കാര്യങ്ങളൊക്കെ സൂചിപ്പിക്കുന്നുണ്ട്. മുൻകഴിഞ്ഞു പോയ സമൂഹങ്ങളെ കുറിച്ചും അങ്ങനെ തുടങ്ങി അബ്ബാസി ഭരണാധികാരിയായ മുത്വഅൽ അബ്ബാസിയുടെ കാലം വരെയുള്ള ചരിത്രമാണ് അതിൽ ആവിഷ്കരിച്ചിരിക്കുന്നത്. അത് ഏത് പുസ്തകമാണ് എന്നാണ് ചോദ്യം. ഓപ്ഷൻസ് എന്നിരിക്കുന്നത് മുറൂജ് സഹബ് മആദിനുൽ ജൗഹർ, ഫതുഹുൽ ബുൽദാൻ, അൽ ഇഖ്ദുൽ ഫരീദ്, മുഖദ്ദിമത്തു ഇബ്നു ഖൽദൂൻ. ടൈപ്പറാണ് മുഖദ്ദിമത്തു ഇബ്നു ഖൽദൂൻ. ഇതിലേത് പുസ്തകമാണ് പറയുന്നത് എന്നാണ് ചോദ്യം. മുറൂജുൽ സഹബ് വ മആദിനുൽ ജൗഹർ എന്നുള്ള പുസ്തകമാണ് അല്ലെ, മസ്ഊദിയുടെ മുറൂജുൽ സഹബ് വ മആദിനുൽ ജൗഹർ എന്നുള്ളതാണ്. മാനവരാശിയുടെ സൃഷ്ടിപ്പ് മുതൽ അബ്ബാസി ഭരണാധികാരിയായ മുത്വഅൽ അബ്ബാസിയുടെ കാലം വരെയുള്ള ചരിത്രത്തെയാണ് ഇതിലെന്താവുന്നത് അടയാളപ്പെടുത്തുന്നത് എന്ന് കാണാം. മുറൂജുൽ സഹബ് വ മആദിനുൽ ജൗഹർ എന്നുള്ളതാണ് അതിന്റെ പേര്. മസ്ഊദിയാണ് അതിന്റെ രചയിതാവട്ടോ. നെക്സ്റ്റ് ചോദ്യം, ലൈസ മിൻ മുഅല്ലഫാത്തി യാഖൂത്തുൽ ഹമദ്, യാഖൂത്തുൽ ഹമവിയുടെ അല്ലാത്ത രചന ഏത് എന്നുള്ളതാണ്. ബഗിയത്തുൽ വഅദ്, മുഅ്ജമുൽ ബുൽദാൻ, മുഅ്ജമുൽ ഉദബാഇ, അൽ മുഖ്തലബ് മിൻ കിതാബി ജംഹറത്തി അശ്ആർ അൽ അറബ്. ഇതിൽ യാഖൂത്തുൽ ഹമവിയുടെ അല്ലാത്ത രചന ഏത് എന്നുള്ളതാണ് ചോദ്യം. ഇതിനാരുടെ രചനയാണ് അല്ലാത്തത്? ബഗിയത്തുൽ വഅദ് അദ്ദേഹത്തിന്റെ അല്ല. അതാരുടെ രചനയാണ്?
ഇമാം സുയൂത്തിന്റെ. സുയൂത്തിയുടേതാണ് അല്ലേ? بقية اللغات في طبقات اللغويين والنحات എന്നുള്ളതാണ് അതിന്റെ പൂർണ്ണ കേട്ടോ. بقية اللغات في طبقات اللغويين والنحات എന്നുള്ള ഇമാം സുയൂത്തി റഹ്മത്തുള്ളാഹിയുടെ രചനയാണ്. മറ്റു 3 പുസ്തകങ്ങളും മുഅ്ജമുൽ ബുൽദാൻ, മുഅ്ജമുൽ ഉദബാ, അൽ മുഖ്തലത്ത് മിൻ കിതാബി ജംഹറത്തി അഷ്ആർ അൽ അറബ്, ഇതൊക്കെ യാഖൂത്തുൽ ഹമവിയുടെ രചനകളാണ്. നെക്സ്റ്റ് ചോദ്യം. കിതാബുൽ അമാലി ഹുവ മിൻ തഅലീഫ് അബു അലി അൽ ഖാലി അല്ലഫഹു ഹുവ. അബു അലി അൽ ഖാലിയുടെ രചനയാണ് അമാലി എന്ന് പറയുന്ന ഗ്രന്ഥം. ആ ഗ്രന്ഥം രചിക്കുന്നത് എവിടെ വെച്ചിട്ടാണ്? കർണാത്ത, കുർത്തുബ, ദിമഷ്ക്, കാഹിറ. ഇതിലേത് സ്ഥലത്ത് വെച്ചിട്ടാണ് ആ പുസ്തകം അദ്ദേഹം രചിക്കുന്നത് എന്നാണ് ചോദ്യം. കുർത്തുബയിലാണല്ലേ? നമ്മൾ പറഞ്ഞു കുർത്തുബയിലെ പള്ളിയിൽ വ്യാഴാഴ്ച ദിവസങ്ങളിൽ അദ്ദേഹം നടത്തിയ ലെക്ചറുകളെ സമാഹാരമാണ് കിതാബുൽ അമാലി എന്ന് പറയുന്നത്. ഓക്കെ, കുർത്തുബയിൽ വെച്ചിട്ടാണ് അദ്ദേഹം എന്താവുന്നത് ആ പുസ്തകം രചിക്കുന്നത്. നെക്സ്റ്റ് ചോദ്യം. കിതാബുൻ കബീറുൻ അലീമുൽ ഫായിദ يبحث أصول النحو على مذهب أصول الكلام والفقه. يبحث فلسفي في اللغة وأصولها واشتقاقها وأحكامها ومصادرها وما يجوز القياس فيه. ഏത് പുസ്തകത്തെക്കുറിച്ചാണ്? പുസ്തകം അപാരമായ നേട്ടങ്ങളുള്ള ഗുണഗണങ്ങളുള്ള പുസ്തകമാണ്. ഇത് ഉസൂലുൽ കലാമിനെയും ഉസൂലുൽ ഫിഖഹിന്റെയും മാതൃകയിൽ ഉസൂലുൽ നഹ്വും ചർച്ച ചെയ്യുന്ന ഒരു പുസ്തകമാണ്. ഇതിൽ ഭാഷയും അതിന്റെ ഇഷ്തിഖാഖാത്തുകളും അതിന്റെ മസ്ദറുകൾ, അതിന്റെ ഹുക്മുകളൊക്കെ സംബന്ധിച്ചുള്ള ചർച്ചകളൊക്കെ ഉണ്ട്. ഖിയാസിനെ സംബന്ധിച്ചൊക്കെ. ഏത് പുസ്തകമാണ് ഇത് എന്നാണ് ചോദ്യം. അൽ ഖസ്വായിസ്, കിതാബുൽ അഗാനി, അൽ മുസ്ഹിർ, അൽ കാമിൽ. ഇതിലേത് പുസ്തകത്തെ കുറിച്ചാണ് പ്രകാരം പറയുന്നത് എന്നാണ് ചോദ്യം. കിതാബുൽ ഖസായിസ് അല്ലെ, ഇബ്നു ജിന്നിയുടെ ഖസ്വായിസിനെ കുറിച്ചാണ്. ഭാഷയും അതിന്റെ ഫിലോസഫിയും ഫിഖ്ഹുൽ ലുഗ വഫൽസഫതിഹ എന്നുള്ളതാണ് അതിന്റെ മൗളൂഅ്. ഫിഖ്ഹുൽ ലുഗതി വഫൽസഫതിഹ എന്നുള്ളതാണ് അതിന്റെ മൗളൂഅ്. ഓക്കെ, ഇബ്നു ജിന്നിയുടെ ഖസായിസ് ആണ് എന്താവുന്നത് ഉസൂലുൽ ലുഗ, ഉസൂലുൽ ഫിഖ്ഹ്, ഉസൂലുൽ ഹദീസിനെ പോലെ, ഉസൂലുൽ കലാമിനെ പോലെയൊക്കെ ഉസൂലുൽ ലുഗത്തിനെ ചർച്ച ചെയ്യുന്ന പുസ്തകം. നെക്സ്റ്റ് ചോദ്യം. അല്ലഫ മസ്ഊദി മറൂദുൽ ദഹബ് വ മആദിനുൽ ജൗഹർ എന്നുള്ള പുസ്തകം മസ്ഊദ് രചിക്കുകയുണ്ടായി. അതിന്റെ മൗളൂഅ് എന്ത് എന്നുള്ളതാണ് ചോദ്യം. മസ്ഊദിയുടെ മറൂദുൽ ദഹബ് വ മആദിനുൽ ജൗഹർ എന്ന പുസ്തകത്തിന്റെ മൗളൂഅ് എന്ത്? താരീഖ്, ജഗ്രാഫിയ, അദബ്, നഖ്ദ്. ഓപ്ഷൻ എ ആണ് അല്ലെ. താരീഖിലുള്ള പുസ്തകമാണ്. നമ്മൾ നേരത്തെ പുസ്തകത്തെ കുറിച്ച് പറഞ്ഞു. മസ്ഊദിയുടെ പുസ്തകം മനുഷ്യരാശിയുടെ സൃഷ്ടിപ്പ് മുതൽ അബ്ബാസിയ ഖലീഫ മുത്തിയുള്ള അൽ അബ്ബാസിയുടെ കാലം വരെയുള്ള ചരിത്രമാണ് ഇതിൽ പറയുന്നത് ഒക്കെ സൂചിപ്പിച്ചു. അതിന്റെ മൗളൂഅ് എന്താണ്? താരീഖാണ് എന്ന് ഓർക്കുക. മറൂദുൽ ദഹബ് വ മആദിനുൽ ജൗഹർ എന്നുള്ളതാണ് പുസ്തകത്തിന്റെ പേര്. മസ്ഊദിയാണ് അതിന്റെ രചയിതാവ്. ഓക്കെ, നെക്സ്റ്റ് ചോദ്യം. മിൻ അഇമ്മത്തിൽ അദബ് ഇൽതഹഖ ബിൽ വസീർ അൽ മുഹല്ലബി വതമത്തഅ ബിഹിമായതിഹി. സാഹിത്യകാരന്മാരിൽ പ്രധാനിയാണ് അദ്ദേഹം. വസീർ അൽ മുഹല്ലബിയുമായിട്ട് അദ്ദേഹത്തിന് ബന്ധമുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ സംരക്ഷണം അദ്ദേഹം ആസ്വദിക്കുകയും ചെയ്തിട്ടുണ്ട്. ആരാണത് എന്നുള്ളതാണ്. അബുൽ ഫർദ് അൽ അസ്ഫഹാനി, ഇബ്നു അബ്ദ് റബ്ബ, അൽ ജാഹിൽ, അൽ മുബദ്ദിദ്. യെസ്, ഓപ്ഷൻ എ ആണല്ലേ. അബുൽ ഫർദ് അൽ അസ്ഫഹാനിയാണ്. അബുൽ ഫർദ്
അസ്ഫഹാൻ നമ്മുടെ ക്ലാസ്സുകളൊക്കെ സൂചിപ്പിച്ച ഒരു വിഷയം കൂടിയാണ് അല്ലെ. ബഷീർ മുഹല്ലബി വളരെയധികം സമ്മാനങ്ങളൊക്കെ കൊടുത്ത് തന്റെ കൂടെ കൊണ്ടു നടന്നിരുന്ന ആളായിരുന്നു, തന്റെ ആളായിട്ട്. കാരണം എന്തായിരുന്നു? അദ്ദേഹത്തിന്റെ ഹിജായിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി എന്നുള്ളതാണ്. പക്ഷെ എന്നിട്ടും അദ്ദേഹത്തിന് അതിൽ നിന്ന് എന്തായില്ല, രക്ഷ കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് രേഖപ്പെടുത്തുന്നത്. അദ്ദേഹത്തെ കുറിച്ച് എഴുതിയ പുസ്തകത്തിലൊക്കെ നസീർ മുഹല്ലബിയുടെ ചരിത്രം പറയുന്നിടത്ത് ഈ വിഷയം സൂചിപ്പിക്കുന്നുണ്ട്. അദ്ദേഹം എന്തായിരുന്നു? ബിഖ്റത്തുൽ ഇസ്ഫഹാനി വസ്ഖൻ ഖദിറൻ എന്നൊക്കെയുള്ള സൂചനകളൊക്കെ, സ്റ്റേറ്റ്മെന്റുകളൊക്കെ കാണാം. വലിയ രീതിയിൽ എന്തായിരുന്നു? ഹിജാ ചെയ്തിരുന്ന ആളായിരുന്നു എന്നൊക്കെ അവിടെ പരാമർശിക്കുന്നുണ്ട്. ഓക്കെ, നമ്മുടെ ക്ലാസ്സുകളൊക്കെ വിശദമായി പറഞ്ഞതാണ്. നെക്സ്റ്റ് مرتب الأدباء رتب الكتب المذكورة أبناه حسب تواريخ تأليفه. രചന ഓർഡർ അനുസരിച്ച് പുസ്തകത്തെ ക്രമീകരിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. രചന ഓർഡർ അനുസരിച്ച് പുസ്തകത്തെ ക്രമീകരിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ابتدى الفريد لابن عبد الرباع فتح بلدان البلاذري المظهر للسيوطي الفهرسة لابن نديم. ഇനി ഓർഡർ അനുസരിച്ച് ക്രമീകരിക്കാനാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ഓപ്ഷൻ ഡി ആണ് ആൻസർ വരുന്നത് അല്ലെ. ഓപ്ഷൻ ഡി ആണ് ആൻസർ വരുന്നത്. ആദ്യം വരുന്നത് ഫത്വഹുൽ ബുൽദാൻ അൽ ബലാസുരിയാണ്. പിന്നീട് ഇഖ്ദുൽ ഫരീദ് ഇബ്ൻ അബ്ദുർ റബ്ബ, ശേഷം അൽ മുസ്ഹിർ ആണ്, സോറി അൽ ഫിഹ്റസത്താണ്. ഒടുവിലാണ് അൽ മുസ്ഹിർ വരുന്നത് കേട്ടോ. അൽ മുസ്ഹിർ വരുന്നത്. അവരുടെ ഒരു ജനന ഓർഡർ മനസ്സിലാക്കി വെച്ചാൽ എളുപ്പത്തിൽ ആൻസർ ചെയ്യാൻ പറ്റും. ആദ്യം ജാഹിദാണ് വരുന്നത്, പിന്നീട് ബലാസുരിയാണ്. ജാഹിദ് AD 776, ബലാസുരി AD 806, പിന്നീട് മുബദ്ദിദ് ഇമാമ് 826 AD വർഷമാണ് പറയുന്നത്. ഇബ്ൻ അബ്ദുർ റബ്ബ 860, മസ്ഊദി 896, അസ്ഫഹാനി അബുൽ ഫറദ് അസ്ഫഹാനി 897, അബു അലി അൽ ഖാലി 901, ഇബ്നു ചിന്നി 941. ശേഷം മരണം നോക്കുകയാണെങ്കിൽ എൻ്റെ ഇടയിൽ വരേണ്ടത് ഇബ്നു നദീമാണ്. പക്ഷെ ഇബ്നു നദീമിന്റെ ജനനത്തെ സംബന്ധിച്ച് എന്തില്ല, കൃത്യമായ രേഖകളില്ല എന്നുള്ളതാണ്. ഡേറ്റ് ആരും രേഖപ്പെടുത്തിയിട്ടില്ല. പക്ഷെ മരണം നോക്കുമ്പോൾ അദ്ദേഹമാണ് അതിന് ശേഷം വരേണ്ടത് കേട്ടോ. പിന്നീട് ഹമദിയാണ്, യാക്കൂത്തുൽ ഹമദി 1178, ഇബ്നു ഖല്ലിക്കാൻ 1211, ഇബ്നു ഖൽദൂൻ 1332, സുയൂത്തി ഇമാം 1445, ഹാജി ഖലീഫ 1609, പിന്നീട് അഹ്മദ് അമീനത്തെ അവസാനം 1886. ഇതാണ് അതിന്റെ ഒരു ഓർഡർ. ഓക്കെ, ജസ്റ്റ് പേര് മാത്രം ഒന്നുകൂടെ പറയാം. ജാഹിദ്, ബലാഗുരി, മുബല്ലിദ്, ഇബ്ൻ അബ്ദുർ റബ്ബ, മസ്ഊദി, അസ്ഫഹാനി, അബു അലി അൽ ഖാലി, ഇബ്നു ജിന്നി, ഇബ്നു നദീം, യാക്കൂത്തുൽ ഹമദി, ഇബ്നു ഖല്ലിക്കാൻ, ഇബ്നു ഖൽദൂൻ, ഇമാം സുയൂത്തി, ഹാജി ഖലീഫ, അഹ്മദ് അമീൻ. ഇങ്ങനെയാണ് ഇവരുടെ ഒരു ഓർഡർ വരുന്നത് കേട്ടോ. ജസ്റ്റ് നോട്ട് ചെയ്താൽ മതി. അതിനെ റിസൾട്ട് ഓർഡർ ചെയ്യാൻ പറ്റുമ്പോൾ ഈസിയായിട്ട് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് ചോദ്യം, കിതാബ് ഫത്വഹുൽ ബുൽദാൻ ലിൽ ബലാസിരി, ബലാസിരിയുടെ ഫത്വഹുൽ ബുൽദാൻ എന്നുള്ള ഗ്രന്ഥം അത് ചർച്ച ചെയ്യുന്നതിന്റെ മൗദു എന്ത് എന്നുള്ളതാണ്. താരീഖ്, ഫത്വഹുൽ ഷാം, ഫത്വഹുൽ ഹിന്ദ്, അൽ ജോഗ്രാഫിയ.
വിഷയമാണ് ഫുതുഹുൽ ബുൽദാൻ ബലാദിയുടെ ചർച്ച ചെയ്യുന്നുള്ള 2 ആൻസറുകൾ വന്നിട്ടുണ്ട് കേട്ടോ. താരീഖ് എന്നും അതുപോലെ അൽ ജഗ്രാഫിയ എന്നുള്ളതും ആൻസറായി വന്നിട്ടുണ്ട്. ഓക്കെ, താരീഖ് എന്നുള്ളതും അൽ ജഗ്രാഫിയ എന്നുള്ളതും രണ്ടിനും എന്തായിട്ടുണ്ട് ആൻസർ എനിക്ക് ശരി വെച്ചിട്ടുണ്ട്. അത് മനസ്സിലാക്കുക. ഫുതുഹുൽ ബുൽദാൻ അൽ ബലാദിർ. നെക്സ്റ്റ് ചോദ്യം, അലാ തൻഷുദുനി മലീഹ് ഉൻദുലുസ് ഖാലഹുൽ മുത്തനബ്ബി ലിൽ വലീദ് അൽ ഉൻദുലുസ്. എന്നാണ് വലീദ് അൽ ഉൻദുലുസിയോട് മുത്തനബി പറഞ്ഞതാണത് അലാ തൻഷുദുനി മലീഹ് ഉൻദുലുസ് എന്നുള്ളത്. ഇതാരെ സംബന്ധിച്ചാണ് എന്നുള്ളതാണ്. ബിൻഹാനി, ഇബ്ൻ അബ്ദുറബ്ബ, ഇബ്ൻ ഖഫാജ, ലിസാനുദ്ദീൻ അൽ ഖത്തീബ്. ഓക്കെ, ഇന്നലെ വിശദമായിട്ട് തന്നെ നമ്മൾ ഈ ഭാഗം ചർച്ച ചെയ്ത് പറഞ്ഞതാണ്. സ്പെയിൻ ലിറ്ററേച്ചറുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ അല്ലെ, മുത്തനബിയാണ് പറയുന്നത് ഇബ്ൻ അബ്ദുറബ്ബയെ കുറിച്ച്. ഇബ്ൻ അബ്ദുറബ്ബയുടെ പാട്ട് പാടിത്തരാൻ ആവശ്യപ്പെടുന്നു വലീദ് അൻദുലുസിയോട്. പിന്നീട് മുത്തനബി സന്തോഷം കൊണ്ട് കൈമുട്ടിയതും പിന്നീട് മുത്തനബി പറയുന്നുണ്ട് ഇറാഖ് ഹബ്വ എന്നൊക്കെ നമ്മൾ വിശദമായി പറഞ്ഞു. നെക്സ്റ്റ് ഇസ്മുൽ കാമിൽ ഇബ്ൻ ഖൽദൂൻ. ഇബ്ൻ ഖൽദൂന്റെ പൂർണ്ണമായ പേരെന്ത്? ഇബ്ൻ ഖൽദൂന്റെ പൂർണ്ണമായ പേര് അബുൽ ഖാസിം മുഹമ്മദ് ബിൻ അബ്ദുറഹ്മാൻ, അബൂ സിയാദ് അബ്ദുല്ലാഹി ബിൻ അബ്ദുറഹ്മാൻ, അബൂ ജാഫർ അബ്ദുല്ലാഹി ബിൻ മുഹമ്മദ്, അബൂ സെയ്ദ് അബ്ദുറഹ്മാൻ ബിൻ മുഹമ്മദ്. ഇതിൽ ഇബ്നു സെയ്ദൂന്റെ പൂർണ്ണ നാമം, ശരിയായ നാമം ഏത് എന്നാണ് ചോദ്യം. യെസ്, ഓപ്ഷൻ ഡി ആണ് അല്ലെ. അബൂ സെയ്ദ് അബ്ദുറഹ്മാൻ ബിൻ മുഹമ്മദ് എന്നാണ് പേര്. അബൂ സെയ്ദ് അബ്ദുറഹ്മാൻ ബിൻ മുഹമ്മദ് എന്നാണ് ഇബ്ൻ ഖൽദൂന്റെ പേര്. നെക്സ്റ്റ് ഒരു മഹീൽ ബിലാദുല്ലത്തി ലം യസ്റുഹാ അൽ മസ്ഊദി ഫി അസ്ഫാരി. ധാരാളം യാത്രകൾ നടത്തിയ വ്യക്തിത്വമാണ് മസ്ഊദി എന്ന് പറയുന്നത്. അദ്ദേഹം സന്ദർശിച്ചിട്ടില്ലാത്ത സ്ഥലം ഏത് എന്നുള്ളതാണ്. താഴെ കൊടുത്തതിൽ അദ്ദേഹം സന്ദർശിച്ചിട്ടില്ലാത്ത സ്ഥലം ഏത് എന്നാണ് ചോദിക്കുന്നത്. മിസ്ർ, അൽ ഹബ്ഷ, ഫാരിസ്, അൽ ഹിന്ദ്. ഇതിൽ അദ്ദേഹം സന്ദർശിച്ചിട്ടില്ലാത്ത സ്ഥലം ഏത് എന്നാണ് പറയേണ്ടത് കേട്ടോ. സോറി, ഓപ്ഷൻ ബി ആണ് അല്ലെ, ഹബ്ഷയാണ്, എത്യോപ്യയാണ് അദ്ദേഹം സന്ദർശിച്ചിട്ടില്ലാത്ത സ്ഥലം. ഹന്ന ഫഖൂരി വിശദമായിട്ട് അദ്ദേഹം പോയ സ്ഥലങ്ങളെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. നമ്മുടെ ക്ലാസ്സുകളിലൊക്കെ അത് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അതിൽ അദ്ദേഹം പോവാത്തൊരു സ്ഥലമാണ് എത്യോപ്യ എന്ന് പറയുന്ന, ഹബ്ഷ എന്ന് പറയുന്ന സ്ഥലം. ഓക്കെ, നെക്സ്റ്റ് ചോദ്യം, ഹദ്ദിദ് അസ്സൗജൽ ഖത്ത മിനൽ മദ്കൂറൈനി അദ്നാഹു. താഴെയിൽ നിന്ന് തെറ്റായത്, മിനൽ മദ്കൂറീന അദ്നാഹു, താഴെ നിന്ന് തെറ്റായ ജോഡി സെലക്ട് ചെയ്യാനാണ് പറയുന്നത്. ഇബ്നുദ്ദീൻ, ഫിഹ്റസത്ത്, യാഖൂത്തുൽ ഹമവി, മുഅ്ജമുൽ ഉദബാ, അസ്സുയൂത്തി, അസ്റാറുൽ ബലാഗ, ബലാദുരി, ഫുതുഹുൽ ബൽദാൻ. ഈ ക്വസ്റ്റ്യൻ ഒക്കെ നോക്കുക. ഈ ഇപ്പൊ നമ്മൾ ഇതുവരെ ചർച്ച ചെയ്ത ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കുക. വളരെ ബേസിക് ആയിട്ട് ഈ സിലബസ് ഐഡിയ ഉണ്ടെങ്കിൽ കുറെ ആൻസറുകൾക്ക് നമ്മൾ സ്കോർ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. കുറെ ചോദ്യങ്ങളൊക്കെ ആൻസർ ചെയ്യാൻ പറ്റും, മാർക്ക് നമുക്ക് നേടിയെടുക്കാനും പറ്റുന്ന ചോദ്യങ്ങളാണ് 6ാം യൂണിറ്റിനെ സംബന്ധിച്ച് വന്നിട്ടുള്ളത്. ഓക്കെ, ഓരോ പുസ്തകവും ആരാണ് എഴുതിയതെന്നോ അതിന്റെ മൗലു എന്ത് എന്നൊക്കെ വളരെ പെരിഫറൽ ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെ, വളരെ ബേസിക് ആയിട്ടുള്ള സാധനങ്ങൾ നോക്കിയാൽ തന്നെ നമുക്ക് എന്താക്കാൻ പറ്റും, ആൻസറിലേക്ക് എത്താൻ പറ്റും എന്നുള്ളതാണ്. യെസ്, സുയൂത്തി ഇമാമിന്റേതല്ല, അസ്റാറുൽ ബലാഗ. അസ്റാറുൽ ബലാഗ ആരുടേതാണ്? അബ്ദുൽ ഖാഹിർ ജുർജാനിയുടേതാണ് അസ്റാറുൽ ബലാഗ എന്ന് പറയുന്നത്. സുയൂത്തി ഇമാമിന്റെ നമ്മൾ ചർച്ച ചെയ്യുന്ന പുസ്തകം അൽ മുസ്ഹിർ എന്നുള്ളതാണ്. ഓക്കെ, നെക്സ്റ്റ് ചോദ്യം, ലൈസ മിൻ മുഅല്ലഫാത്തിൽ ജാഹിൽ കിതാബ് അൽ അസദ്, കിതാബ് അൽ ബുഖലാ, കിതാബ് അൽ ഹയവാൻ, കിതാബ് അൽ ബയാൻ വത്തബീൻ. അതുകൊണ്ട് 6ാം യൂണിറ്റ് വളരെ ഈസിയായി സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു യൂണിറ്റ് ആണ്. ഓക്കെ, അപ്പോൾ അത് നഷ്ടപ്പെടുത്താതിരിക്കുക മാർക്കുകളൊന്നും. വളരെ ബേസിക് ആയിട്ട് ഓരോ പുസ്തകം ആരാണ് എഴുതിയത് എന്നുള്ള
ഒരു ധാരണ ഉണ്ടാക്കുക, അതിന്റെ മൗലു എന്താണ്, പിന്നെ അതിലെന്താണ് പൊതുവായി പറയുന്നത് എന്നുള്ള ഒരു ധാരണ മൊത്തത്തിൽ ഉണ്ടാക്കിയാൽ നമുക്ക് ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റാവുന്നതേ ഉള്ളൂ. ഓക്കെ. ലൈസ മിൻ മുഅല്ലഫാത്തിൽ ജാഹിൽ കിതാബുൽ അസദ്, കിതാബുൽ ബുഖലാ, കിതാബുൽ ഹയവാൻ, കിതാബുൽ ബയാൻ വത്തബീൻ. ഓപ്ഷൻ എ ആണല്ലോ, കിതാബുൽ അസദ് ആണ്. ഇതൊക്കെ നമ്മൾ ചർച്ച ചെയ്തൊരു പോയത് ചോദ്യം കൂടിയാണ്. നെക്സ്റ്റ് ചോദ്യം, കിതാബുൽ ലൈസ മിൻ മുഅല്ലഫാത്തിൽ ബലാദുരി, ബലാദുരിയുടേതല്ലാത്ത രചന ഏത് എന്നുള്ളതാണ്. ബലാദുരിയുടേത് അല്ലാത്ത രചന ഏത്? ഫുതുഹുൽ ബുൽദാൻ, മുഅ്ജമുൽ ബുൽദാൻ, കിതാബുൽ ബുൽദാൻ അൽ കബീർ, കിതാബുൽ ബുൽദാൻ അസ്സഗീർ. ഇതിൽ ബലാദുരിയുടേതല്ലാത്ത രചന ഏത് എന്നാണ് ചോദ്യം. ഫുതുഹുൽ ബുൽദാൻ, മുഅ്ജമുൽ ബുൽദാൻ, കിതാബുൽ ബുൽദാൻ അൽ കബീർ, കിതാബുൽ ബുൽദാൻ അസ്സഗീർ. യെസ്, ഓപ്ഷൻ ബി ആണല്ലേ. മുഅ്ജമുൽ ബുൽദാൻ ആരുടെ രചനയാണ്? യാഖൂത്തുൽ ഹമവിയുടെ രചനയാണ് ഇത്. മുഅ്ജമുൽ ബുൽദാൻ എന്ന് പറയുന്നത് ആരുടെ രചനയാണ്? യാഖൂത്തുൽ ഹമവിയുടെ രചനയാണ്. മറ്റു 3 പുസ്തകങ്ങളും ഫുതുഹുൽ ബുൽദാൻ, കിതാബുൽ ബുൽദാൻ അൽ കബീർ, കിതാബുൽ ബുൽദാൻ അസ്സഗീറക്കാരുടെയാണ്, ബലാദുരിയുടേതാണ് എന്നുള്ളതാണ്. നെക്സ്റ്റ് ചോദ്യം, അല്ലഫ അഹ്മദ് അമീൻ കുതുബൻ ഫി താരിഖ് അൽ ഇസ്ലാം ലിമുഖ്തലിഫി ഉഹൂദിഹി, അസ്മുൽ കിതാബ് അല്ലദീ തഹദ്ദസ ഫീഹി അൻ അസ്റുൽ ഹദീസ്. ഇസ്ലാമിന്റെ വിവിധ കാലഘട്ടങ്ങളിലെ ചരിത്രത്തെ സംബന്ധിച്ച് വ്യത്യസ്തമായ പുസ്തകങ്ങൾ അഹ്മദ് അമീൻ എഴുതിയിട്ടുണ്ട്. അതിൽ ആധുനിക കാലഘട്ടത്തിലെ ഇസ്ലാമിന്റെ ചരിത്രം പറയുന്ന പുസ്തകം ഏത് എന്നാണ് ചോദ്യം. ഓപ്ഷൻസ് ളുഹുറുൽ ഇസ്ലാം, ളുഹൽ ഇസ്ലാം, ഫദ്റുൽ ഇസ്ലാം, സുഅമാ ഉൽ ഇസ്ലാഹ്. ചോദ്യം ശ്രദ്ധിച്ച് ആൻസർ പറയണേ. അൽ മസ്മുൽ കിതാബുൽ ലദീ തഹദ്ദസ ഫീഹി അൻ അസ്റുൽ ഹദീസ്. അസ്റുൽ ഹദീസിനെ കുറിച്ച് അഹ്മദ് അമീൻ രചിച്ച ഇസ്ലാമിക ചരിത്രത്തെ പറയുന്ന പുസ്തകം ഏത് എന്നുള്ളതാണ്. ഓപ്ഷൻസ് ളുഹുറുൽ ഇസ്ലാം, ളുഹൽ ഇസ്ലാം, ഫജ്റുൽ ഇസ്ലാം, സുഅമാ ഉൽ ഇസ്ലാഹ് എന്നുള്ളതാണ്. എയും സിയും ഡിയും ഒക്കെ ആൻസർ വന്നിട്ടുണ്ട്. ഓപ്ഷൻ ഡി ആണ് ആൻസർ. എന്തുകൊണ്ടാണ് എയും സിയും പറഞ്ഞത് എന്നറിയില്ല. ഞാനത് ഒരു തവണ ഇവിടെ വിശദീകരിച്ചു എന്താണ് ആ പുസ്തകങ്ങളിലൊക്കെ പറയുന്നത് എന്നുള്ളത്. ഒന്നുകൂടി പറയാണ്, ഇനിയും തെറ്റിക്കരുത് പ്രിയപ്പെട്ടവരെ. ഫജ്റുൽ ഇസ്ലാം എന്ന് പറയുന്നത് ജാഹിലിയ കാലഘട്ടം മുതൽ ഉമവി കാലഘട്ടം വരെയുള്ള ഹിജ്റ 132 വരെയുള്ള ചരിത്രമാണ് അതിൽ പറയുന്നത്. പിന്നീട് ളുഹൽ ഇസ്ലാം ആണ്. അതിൽ അബ്ബാസിയ 1-ാം നൂറ്റാണ്ടാണ്. ഹിജ്റ 132 മുതൽ 232 വരെയുള്ള കാലഘട്ടമാണ് ളുഹൽ ഇസ്ലാമിൽ ചർച്ച ചെയ്യുന്നത്. ളുഹുറുൽ ഇസ്ലാമിൽ 4-ാം നൂറ്റാണ്ടിന്റെ അവസാനം വരെയുള്ള കാര്യങ്ങളാണ് ളുഹുറുൽ ഇസ്ലാമിൽ ചർച്ച ചെയ്യുന്നത്. ഓക്കെ, അതങ്ങനെ തന്നെ മനസ്സിലാക്കി നോക്കുക. പലരും എയും സിയും ഇപ്പോഴും ആൻസർ പറയുന്നത് കണ്ടു. ചോദ്യം ശരിക്കും വായിക്കുക. പിന്നെ അസ്റുൽ ഹദീസിനെ കുറിച്ച് അദ്ദേഹം എഴുതിയ ചരിത്രമാണ് സുഅമാ ഉൽ ഇസ്ലാഹ് എന്നുള്ളത്. ഓക്കെ, നെക്സ്റ്റ് ചോദ്യം, കാന അബുൽ ഹസൻ അൽ ആമുദി മിൻ അഹ്ലിൽ. ഏത് നാട്ടുകാരനാണ് ആമുദി എന്നാണ് ചോദ്യം. കൂഫ, ഫാരിസ്, ബസ്വറ, ഹിജാസ്. ഏത് രാജ്യക്കാരനായിരുന്നു അബുൽ ഹസൻ അൽ ആമുദി എന്നാണ് ചോദ്യം. കൂഫ, ഫാരിസ്, ബസ്വറ, അൽ ഹിജാസ്. ആമുദിയുടെ പുസ്തകത്തിന്റെ പേരെന്താണ്? അതൊക്കെ അതല്ലാതെ നമ്മൾ ഈ പുസ്തകം നമ്മളിവിടെ ചർച്ച ചെയ്യുന്ന 6-ാം യൂണിറ്റിൽ ചർച്ച ചെയ്യുന്ന പുസ്തകം അബുൽ ഹസൻ ബിഷറുൽ ആമുദിയുടെ പുസ്തകം ഏതാ? അൽ വിസാത്തത്തു അല്ല, ബുക്കില്ല അല്ലേ? കൂഫക്കാരനാണ് അദ്ദേഹം കൂഫക്കാരനാണ്. ശരിക്കും നമ്മൾ ആമുദി 4-ാം യൂണിറ്റിന്റെ നഖദിന്റെ ഭാഗത്താണ് ചർച്ച വരുന്നത്. അവിടെയാണ് വിസാസത്തു ബൈനൽ മുത്തനബി എന്നുള്ള പുസ്തകമൊക്കെ വന്നത്. ഓക്കെ, സിലബസിൽ ഉള്ളത് ആരാണെന്ന് നിങ്ങൾക്കൊരു ധാരണ വേണേ. ഓക്കെ, നെക്സ്റ്റ് ചോദ്യം, وقال قضاة شمس الدين أبو العباس أحمد بن إبراهيم بن أبي بكر أحد الصدور العظام من بيت كبير في العراق ينتسب إلى البرامكة. ولد في إربل وتوفي سنة 681 هجرة.
ഇതാരെക്കുറിച്ചാണ് പറയുന്നത്? ഖാലിദ് ഖുലാദ് ഷംസുദ്ദീൻ അബുൽ അബ്ബാസ് അഹ്മദ് ബിൻ ഇബ്രാഹിം ബിൻ അബീബക്കർ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹം സമുന്നതനായ വ്യക്തിത്വമാണ്. ബ്രഹ്മക്കുകളിലേക്കാണ് അദ്ദേഹത്തിന്റെ നെസബ ചെന്നെത്തുന്നത്. ഇറാഖിലെ ഇർബലിൽ ഹിജ്റ 681 അദ്ദേഹം ജനിക്കുന്നത്. ആരാണ് മഹാൻ? ഓപ്ഷൻ സി ഇബ്നു ഖല്ലിക്കാൻ, ഖാദി അൽ ഫാദിൽ, അൽ മുബരിദ്, ഹാജി ഖലീഫ. യെസ്, ഓപ്ഷൻ എ ആണ് അല്ലെ. ഖാദി ഖുലാദ് ഷംസുദ്ദീൻ ഇബ്നു ഖല്ലിക്കാൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേര് അല്ലെ. ഖാദി ഖുലാദ് ഷംസുദ്ദീൻ ഇബ്നു ഖല്ലിക്കാൻ. വഫയാത്തുൽ അയാൻ വഅംബാഉ അബ്നാഇ സമാൻ എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ പുസ്തകത്തിന്റെ പേര് എന്നൊക്കെ നമ്മൾ പറഞ്ഞു. നെക്സ്റ്റ് ചോദ്യം തന്നെ അതാണ്. അൽ ഇസ്മുൽ കാമിൽ കിതാബി വഫയാത്തുൽ അയാൻ. ഇബ്നു ഖല്ലിക്കാന്റെ പുസ്തകമാണ് വഫയാത്തുൽ അയാൻ. അതിന്റെ യഥാർത്ഥ പേരെന്ത് എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻസ് ശ്രദ്ധിച്ച് വായിക്കുക, എന്നിട്ട് ആൻസർ ചെയ്യാം. ഓപ്ഷൻ എ ആണല്ലേ, വഫയാത്തുൽ അയാൻ വഅംബാഉ അബ്നാഇ സമാൻ എന്നുള്ളതാണ്. പേര് മനസ്സിലാക്കി വെക്കുക, തെറ്റിപ്പോകരുത്. നെക്സ്റ്റ് ചോദ്യം. അൽ ആലിമുൽ അറബി അല്ലദി ഇസ്മുഹു അൽ കാമിൽ അബൂ സയ്യിദ് അബ്ദുറഹ്മാൻ ബിൻ മുഹമ്മദ്. സയ്യിദ് അബ്ദുറഹ്മാൻ ബിൻ മുഹമ്മദ് എന്നുള്ളത് ആരുടെ പേരാണെന്നാണ് ചോദ്യം. അദ്ദേഹം ഏത് പേരിലാണ് പ്രശസ്തനായത്? ജാഹിൽ, ഇബ്നു ഖൽദൂൻ, ഇബ്നു മൻദൂർ, ഇബ്നു അബ്ദുർ റബ്ബ. ഇബ്നു ഖൽദൂന്റെ പേരാണ് അല്ലെ അബൂ സയ്യിദ് അബ്ദുറഹ്മാൻ ബിൻ മുഹമ്മദ്. തൊട്ട് മുമ്പത്തെ ക്വസ്റ്റ്യൻ വന്നത് എങ്ങനെയാണ്? ഇബ്നു ഖൽദൂന്റെ യഥാർത്ഥ പേരെന്താണ് ചോദിച്ചത്. പിറ്റേ വർഷത്തെ എക്സാമിൽ എന്ത് ചോദിച്ചു? പിറ്റേ തവണത്തെ എക്സാമിൽ അബൂ സയ്യിദ് അബ്ദുറഹ്മാൻ ബിൻ മുഹമ്മദ് ആരുടെ പേരാണെന്ന് ചോദിച്ചു. ഓക്കെ, നെക്സ്റ്റ് ചോദ്യം. അയ്യൻ അസ്സൗദൽ ഖത്തർ. തെറ്റായ ജോഡി സെലക്ട് ചെയ്യാനാണ് പറയുന്നത്. അൽ മുബരിദ് അബുൽ അബ്ബാസ് മുഹമ്മദ് ബിൻ യസീദ് ബിൻ അബ്ദുൽ അക്ബർ, ഹജി ഖലീഫ മുസ്തഫ ബിൻ അബ്ദില്ല, ബിൻ ഖല്ലിക്കാൻ ഷംസുദ്ദീൻ അബുൽ അബ്ബാസ് അഹ്മദ് ബിൻ മുഹമ്മദ് ബിൻ ഇബ്രാഹിം ബിൻ അബി ബക്കർ, അൽ ബലാസുരി ജലാലുദ്ദീൻ അബ്ദുറഹ്മാൻ ബിൻ അബി ബക്കർ. ഓപ്ഷൻ ഡി ആണല്ലേ, ബലാസുരി അഹ്മദ് ബിൻ യഹ്യ ബിൻ ജാബിർ ബിൻ ദാവൂദ് അൽ ബലാസുരി എന്നാണ്. ജലാലുദ്ദീൻ അബ്ദുറഹ്മാൻ ബിൻ അബി ബക്കർ സുയൂത്തി ഇമാമിന്റെ പേരാണ് അത് പറഞ്ഞു. അൽ മുസ്ഹിറിലെ സുയൂത്തി അഹ്മദ് ബിൻ യഹ്യ ബിൻ ദാവൂദ് ജാബിർ അൽ ബലാസുരി. ദാവൂദ് ബിൻ ജാബിർ അൽ ബലാസുരി എന്നാണ്, അഹ്മദ് ബിൻ യഹ്യ. നെക്സ്റ്റ് ചോദ്യം. അൽ മുസ്ഹിറിലെ സുയൂത്തി യുആലിജു മൗളൂഅ الشعر العربي النثر العربي علوم اللغة أنواعها الفلسفة. ഇതൊക്കെ റിപ്പീറ്റേഷൻ അല്ലേ? ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ആയി വന്നതാണോ? ക്വസ്റ്റ്യൻ റിപ്പീറ്റഡായി വന്നെന്ന് തോന്നുന്നു. ഞാൻ സെറ്റ് ചെയ്തപ്പോൾ നോക്കാം. ഓപ്ഷൻ സി ആണ് ആൻസർ. നെക്സ്റ്റ് ചോദ്യം. മുഅല്ലഫാത്ത് ജാഹിൽ. ജാഹിലിന്റെ രചനകൾ ഏത് എന്ന് സെലക്ട് ചെയ്യാനാണ്.
ഓപ്ഷൻ ഡി ആണ് ആൻസർ അല്ലേ? ഓപ്ഷൻ ഡി ആണ്. കിതാബുൽ മഹാസിൻ വൽ അൽദാദ്, കിതാബുൽ ബുഖലാ, അൽ ബയാൻ വത്തബീൻ, കിതാബുൽ ഹയവാൻ എന്നതാണ്. നെക്സ്റ്റ് ചോദ്യം, ഹാദാ കിതാബുൻ അല്ലഫ്നാഹു യജ്മഉ ളുറൂബൻ മിനൽ ആദാബി ബൈന മൻസൂറിൻ വമളൂമിൻ വശഅരിൻ വമസലിൻ സائലിൻ വമൗഇലത്തിൻ ബാലിഗ വഖ്തിയാരി ഖുതുബത്തിൻ ശരീഫ വറിസാലത്തിൻ ബലീഗ. ഒരു പുസ്തകത്തിന്റെ ആമുഖത്തിൽ അതിന്റെ രചയിതാവ് പറയുന്ന ഒരു കാര്യമാണ്. ഏതാണ് പുസ്തകം എന്നാണ് ചോദ്യം. ഖൗൽ ഇബ്നു ഖല്ലിക്കാൻ അൻ വഫിയാത്തുൽ അയാൻ, ഖൗൽ മുബ്ദിദ് അനിൽ കാമിൽ, ഖൗൽ ജാഹിൽ അനിൽ ബയാൻ വത്തബീൻ, ഖൗൽ ഇബ്നു നദീം അനിൽ ഫിഹ്റസത്ത്. മുബരിദ് ഇമാമിന്റെ കാമിൽ അതിന്റെ മുഖദ്ദിമയിൽ അദ്ദേഹം സൂചിപ്പിക്കുന്ന കാര്യമാണ് അല്ലെ? ഈ പുസ്തകം എന്താണ്? ഇജ്മാഉ ളുറൂബ മിനൽ ആദാബി ബൈന മൻസൂറിൻ വ മംളൂമിൻ. ഗദ്യപദ്യങ്ങളുടെ ഒരു സമാഹാരമാണ്. കവിതകളുള്ളതിൽ, ചൊല്ലുകളുണ്ട്, അതുപോലെ പിന്നെ മൗഇലത്തുകൾ, സദുപദേശങ്ങളുണ്ട്, സെലക്ട് ചെയ്യപ്പെട്ട പ്രഭാഷണങ്ങളൊക്കെ അതിലുണ്ട്. റിസാലത്തുൻ ബലീഗ, സാഹിത്യ സമ്പന്നമായ റിസാലകളൊക്കെ ഇതിൽ ചർച്ച ചെയ്യുന്നുണ്ട് എന്ന് മുബരിദ് ഇമാം കാമലിന്റെ ആമുഖത്തിൽ സൂചിപ്പിക്കുന്നതാണിത്. നെക്സ്റ്റ് ചോദ്യം, യസ്തഇബു സൂറത്തൻ ഹയ്യത്തൻ ലിൽ ഹയാത്തിൽ ഇജ്തിമാഇയ്യ ഫി മുഖ്തലിഫിൽ ബിആത്തിൽ ലത്തി തഖല്ലബ ഫീഹാ അർറജുൽ വലൽ അസ്റി അല്ലദി ഇൻഖലത ഫീഹി ഹയാതുഹു വഫീഹി തഹ്ലീലൻ വതഅലീലൻ ലിശത്താ ളാഹിറാത്തിൻ വഅഹ്ദാത്തിൽ ഹയാത്തിൽ ഇജ്തിമാഇയ്യ. താൻ ജീവിച്ചു പോയ കാലഘട്ടത്തെ, സാമൂഹിക സാംസ്കാരിക ജീവിതത്തെ സമ്പൂർണ്ണമായി ഇതിൽ അദ്ദേഹം അവതരിപ്പിക്കുന്നുണ്ട്. അതാത് കാലങ്ങളിൽ വന്ന മാറ്റങ്ങളെയും അതുപോലെ അതിന്റെ കാരണങ്ങൾ അദ്ദേഹം നിർദ്ധാരണം ചെയ്യുന്നു. അതിലെന്തുണ്ട്? സമൂഹ അക്കാലഘട്ടത്തിലൊക്കെ ഉണ്ടായ ഓരോ സംഭവ വികാസങ്ങളുടെയും കാര്യകാരണങ്ങൾ അദ്ദേഹം എന്താവുന്നു വിശദമാക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഏതാണ് പുസ്തകം എന്നാണ് ചോദ്യം. മുറൂദുൽ ദഹബ്, മുഖദ്ദിമത്ത് ഇബ്നു ഖൽദൂൻ, വഫിയാത്തുൽ അയാൻ, അൽ ബയാൻ വത്തബീൻ. ഓപ്ഷൻ ബി ആണല്ലേ? മുഖദ്ദിമത്ത് ഇബ്നു ഖൽദൂൻ എന്നുള്ളതാണ്. പിന്നെ ഫഖൂറിയിലുള്ള ഇബാറത്താണ് കേട്ടോ ഇത്. മുഖദ്ദിമത്ത് ഇബ്നു ഖൽദൂൻ ആണ്. നെക്സ്റ്റ് ചോദ്യം, അൽ മുസ്ഹിർ ലിസ്സുയൂത്തി ഫി മൗളൂഇ അൽ ഫൽസഫത്തുൽ ലുഗ അൽ അറൂദ് വൽ ബലാഗ തഫ്സീറുൽ ഖുർആനിൽ കരീം അൽ മഗാസി. സുയൂത്തി ഇമാമിന്റെ മുസ്ഹിർ എന്നുള്ള പുസ്തകം അതിന്റെ മൗളൂ എന്ത്? അൽ ഫൽസഫത്തുൽ ലുഗ അൽ അറൂദ് വൽ ബലാഗ തഫ്സീറുൽ ഖുർആനിൽ കരീം അൽ മഗാസി. ഇത് ലുഗയിലുള്ള ഒരു പുസ്തകമാണ് അല്ലെ? നമ്മൾ പറഞ്ഞു ഫൽസഫത്ത് ലുഗ എന്നുള്ളതാണ് ആൻസർ. നെക്സ്റ്റ് ചോദ്യം, ഹദ്ദിദ് അസ്സൗജൽ ഖത്ത, തെറ്റായ ജോഡി സെലക്ട് ചെയ്യാൻ. الفهرسة لابن نديم، الخصائص لابن عبد الرباح، مروج الذهب للمسعودي، فتوح البلدان للبلاذري. ഓക്കെ, നമുക്ക് നോക്കാം. ഓപ്ഷൻ ബി ആണ് അല്ലെ? ഖസായിസ് ഇബ്നു ജിന്നിയുടേതാണ്. ഖസായിസ് ലി ഇബ്നു ജിന്നിയാണ്. ഇബ്നു അബ്ദുർ റബ്ബയുടെ അത് ഇഖ്തുൽ ഫരീദ് ആണ് അല്ലെ? ഇഖ്തുൽ ഫരീദ് ആണ്. ഓക്കെ, നെക്സ്റ്റ് ചോദ്യം, من كبار رواد الأدب العربي ألف موسوعة كاملة قدم فيها المشهد الفكري والثقافي في الإسلام عبر قرون عدة، وهي موسوعة متكونة من سلسلة كتب تكشف عن معرفة عميقة بالموروث الديني والأدبي من منظور عقلاني. ക്വസ്റ്റ്യന്റെ വലിപ്പം കണ്ട് കേട്ടണ്ട. വിവിധ കാലഘട്ടങ്ങളിൽ ഇസ്ലാമിന്റെ സാമൂഹിക, സാംസ്കാരിക, ബൗദ്ധിക ചരിത്രത്തെ അടയാളപ്പെടുത്തിയ പുസ്തകങ്ങളെ പരമ്പരകളായി അദ്ദേഹം എഴുതിയിട്ടുണ്ട് എന്നാണ് സിമ്പിളായി പറയുന്നത്.
അതിൽ ഏതാണ് ആ വ്യക്തിത്വം? ഇബ്നു നദീമാണോ, യാക്കൂത്തുൽ ഹമവിയാണോ, അഹ്മദ് അമീനാണോ, ഇബ്നു ഖല്ലിഖാനാണോ എന്നുള്ളതാണ്. ഓക്കെ, നമുക്ക് നോക്കാം. ഓപ്ഷൻ സി ആണ് കേട്ടോ, അഹ്മദ് അമീൻ ആണ് അല്ലെ. അഹ്മദ് അമീന് എന്ന് പറഞ്ഞ ഫദലുൽ ഇസ്ലാം, വഹലുൽ ഇസ്ലാം, വഹറുൽ ഇസ്ലാം എന്നിങ്ങനെയുള്ള പുസ്തകങ്ങളൊക്കെ എഴുതിയിട്ടുണ്ടെന്നുള്ള വിഷയം നമ്മൾ സൂചിപ്പിച്ചു. നെക്സ്റ്റ് ചോദ്യം, കിതാബ് അൽ അഗാനി ഹുവ മജ്മുഅത്തുൻ മിൻ. കിതാബ് അൽ അഗാനിയിൽ എന്തൊക്കെയാണ് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് എന്നാണ് ചോദ്യം. അൽ അഗാനി വൽ അസ്വാത്ത് ഫഹസ്ബു, അൽ അഗാനി വൽ അസ്വാത്ത് വൽ അൽഹാൻ വശുഅറാ വഅസ്ഹാബുൽ അഗാനി, അൽ അൽഹാൻ ഫഹസ്ബു, അൽ അദബ് വശഅർ വഅഖ്വാലുൽ മലൂക്ക്. ഓപ്ഷൻ ബി ആണല്ലേ, പാട്ടുകാരെ കുറിച്ചും അവരുടെ ചരിത്രമൊക്കെയാണ് ഇതിൽ എന്താവുന്നത് പറയുന്നത്. പാട്ടുകാർ, അവരുടെ ചരിത്രങ്ങളും അതിനെക്കുറിച്ചൊക്കെയാണ് കിതാബുൽ അഗാനി, അബുൽ ഫറദുൽ അസ്ഫഹാനിയുടെ കിതാബുൽ അഗാനി ചർച്ച ചെയ്യുന്നത്. അബു അലിയെ, അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേരെന്താ? അബുൽ ഫറദുൽ അസ്ഫഹാനിയുടെ യഥാർത്ഥ പേര് അലി ഇബ്നു ഹുസൈൻ. യെസ്, അലി ഇബ്നു ഹുസൈൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേര് അല്ലെ. അലി ഇബ്നു ഹുസൈൻ എന്നാണ് പേര്. അബുൽ ഫറദുൽ അസ്ഫഹാനി കിതാബുൽ അഗാനിയാണ് അദ്ദേഹത്തിന്റെ രചന. ഈ പുസ്തകം ആർക്കാണ് അദ്ദേഹം സമർപ്പിക്കുന്നത്? കിതാബുൽ അഗാനി സൈഫുദ്ദൗല രാജാവിനാണ് സമർപ്പിക്കുന്നത് അല്ലേ? അതെ. യെസ്. ഈ പുസ്തകത്തെ കുറിച്ച് പിന്നീട് സാഹിബിൻ അബ്ബാദ് പറയണ്ടായി, കസ്സറ സൈഫുദ്ദൗല അല്ലെ, 1000 എന്തായി ദിനാറാണ് എന്തായത് സമ്മാനമായി കൊടുക്കുന്നത്. 1000 ദിനാറാണ് സമ്മാനമായി കൊടുക്കുന്നത്. അപ്പോ സാഹിബിൻ അബ്ബാദ് പറയുന്നുണ്ട്, കസ്സറ സൈഫുദ്ദൗല വഇന്നഹു ലയസ്തഹിഖു അളഅഫഹ. സൈഫുദ്ദൗല രാജാവ് എന്തായിട്ടുണ്ട്, ഈ സമ്മാനം കൊടുത്തത് തീരെ ചെറുതാക്കി കളഞ്ഞിട്ടുണ്ട്, അതിലേറെ ഈ പുസ്തകം എന്താവുന്നു അർഹിക്കുന്നുണ്ട് എന്നാര് പറയേണ്ടായിട്ടുണ്ട്? സാഹിബിൻ അബ്ബാദ് പറയുകയുണ്ടായിട്ടുണ്ട്. അപ്പൊ യാത്രയിലുടനീളം സാഹിബിൻ അബ്ബാദ് ഈ പുസ്തകം കൊണ്ടു നടക്കാറുണ്ടായിരുന്നു എന്നൊക്കെ സൂചിപ്പിച്ചു കിതാബുൽ അഗാനി ലി അബുൽ ഫറദുൽ അസ്ഫഹാനി. ഇത്രയുമാണ് ഇതുമായി 6ാമത്തെ യൂണിറ്റുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ളത്. വളരെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഇവിടെ വന്നിട്ടുള്ളൂ. പക്ഷെ വന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ജസ്റ്റ് ആ യൂണിറ്റിനെ കുറിച്ച് ഒരു ബേസിക് ധാരണ ഉണ്ടെങ്കിൽ ആൻസർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ്. സിലബസ് നന്നായി നോക്കിയാൽ തന്നെ നല്ല ശതമാനം ആ യൂണിറ്റുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യാൻ പറ്റുന്നുള്ളതാണ് മനസ്സിലാവുന്നത്. അപ്പൊ ആ രൂപത്തിൽ പഠിക്കുക. അല്ലാഹു ബാരിക് ഫീക്കും, ജസാക്കുമുല്ലാഹു ഖൈറൻ, അഹ്സനൽ ജസാൽ, ശുക്രൻ ലിഹുസ്നി ഇസ്തിമാഇക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.